ഇതങ്ങനെ ഒറ്റ ഷോട്ടിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല കേട്ടോ. ലോങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തിക്കിടിയാണ് കേട്ടോ. പിടിയൊക്കെ വെക്കുന്ന പോലെ തന്നെ, പക്ഷേ വളരെ വ്യത്യസ്തമാണ് തിക്കിടി. നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിടണം കേട്ടോ. വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിടണം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ സാധനം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരപ്പിട്ട് കൊടുക്കണം. തേങ്ങ, പച്ചമുളക്, പെരിഞ്ചീരകം, ഉള്ളി, വേപ്പില, ഇത്രയുമാണ് അരപ്പിടേണ്ടത് കേട്ടോ. അതിനിടയിൽ ഞാൻ ചിക്കൻ കറി വെക്കാനും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. സാധാരണ കപ്പയ്ക്കൊക്കെ നമ്മൾ അരപ്പിടുന്ന അതേ സെയിം അരപ്പ് തന്നെ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്താൽ മതി. ലാസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്, താളിച്ചിടണം. ഈ തിക്കിരി വെക്കുമ്പോൾ താളിച്ചിടുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഈ താളിപ്പ് വരുമ്പോഴാണ് ആ ഒരു തിക്കിടിക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി, പക്ഷേ ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ചിക്കൻ കറി വെക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറിയും തിക്കിടിയും, ഈ തിക്കിടിയും പിടിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ വേണം. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടെയുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ.